ന്യൂസ് റൂമുകൾ വാർ റൂമുകളാകുന്ന ദിവസങ്ങളാണ് ബജറ്റ് ദിവസം, ഇലക്ഷൻ ദിവസം, അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ. ഏതായാലും നമ്മുടെ ന്യൂസ് റൂം സജീവമാണ് രാവിലെ മുതൽ തന്നെ. പ്രത്യേകിച്ചും ഇന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. UDF സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ റിപ്പോർട്ടർമാരത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ കണ്ടോൺമെൻറ്റ് ഹൗസിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ പോയി. പക്ഷേ എല്ലാത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുന്നു എന്നുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ നാളായുണ്ട്. ധവളപത്രത്തിൽ ഗുരുതര സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ നിയമസഭയിൽ മുന്നിലിരുത്തിക്കൊണ്ട് സാമ്പത്തിക ബാധ്യതയുടെ കണക്കുകൾ അക്കമിട്ട് പറഞ്ഞാണ് VD സതീശൻ എന്ന ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ചിലതൊക്കെ പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകളിൽ പ്രധാനം. നമുക്ക് നമ്മുടെ ഇവിടുത്തെ യുവതുർക്കികളോട് ചോദിക്കാം, എന്താണ് പറയാനുള്ളത്, എന്താണ് അവർ പ്രതീക്ഷിച്ചത് ഉണ്ടോ ഈ ബജറ്റ്? മനു, ഈ ഒരു ബജറ്റ് ഇന്ന് രാവിലെ മുതൽ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് പോകുന്നത് കണ്ട ആളാണ്. ഈ ഒരു ബജറ്റിൽ മനു പ്രതീക്ഷിച്ച ആദ്യ പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ആശ്വാസത്തിന് വകയുണ്ടോ? ആദ്യ പ്രഖ്യാപനങ്ങൾ അത്യാവശ്യം ആശ്വാസത്തിനുള്ള വക നൽകുന്നതാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ചും കൂടെ ജനക്ഷേമപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഇന്ധനവില, പാചകവാതകം, ഇതൊക്കെ ജനങ്ങൾ ആകെ പൊറുതുമുട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അതിനുള്ള നികുതി, ഇന്ധന സെസ്, അത് പ്രളയ സെസ് വരെ ഇപ്പോഴും നികുതി ഈ പെട്രോളിൻ്റെ കൂടെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ പിൻവലിച്ചാൽ തന്നെ പകുതി കൂടുതൽ ആൾക്കാർക്ക് ആശ്വാസം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രഖ്യാപനത്തിലെങ്കിലും ഈ ഇന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നയപരമായിട്ടുള്ള ഒരു മാറ്റം, അത് പ്രതിപക്ഷത്തിരുന്നപ്പോഴത്തേക്കും VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മുടെ LDF സർക്കാരിനെല്ലാം പ്രതികൂലമായി സംസാരിച്ച് അവരെ അടച്ചാക്ഷേപിച്ചിരുന്നത്. അപ്പോൾ അവർ ഭരണത്തിൽ വരുമ്പോഴത്തേക്ക് എന്തായാലും അതിലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജനം അവർക്ക് വോട്ട് ചെയ്തത്. അപ്പോൾ അത്ര എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങൾ, ആദ്യ ഗ്യാരണ്ടികളുണ്ട്. ഗോപിക ഒന്ന് ഹാപ്പിയാണെന്ന് തോന്നുന്നു. കാരണം ബസ്സിലാണ് ഗോപിക സ്ഥിരമായി വരുന്നത്, പ്രിയദർശിനിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സ്ത്രീകൾക്ക് ആശ്വാസം കിട്ടുന്ന പ്രഖ്യാപനങ്ങൾ ഇനിയും ഉണ്ടാകുമോ? എന്ത് തോന്നുന്നു? ഉണ്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതിന് മുന്നേ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പദ്ധതികൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ക്ഷേമ പെൻഷനായാലും സ്ത്രീകൾക്കും അതുപോലെ കൂടുതൽ കാര്യങ്ങളും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നല്ലത് മാത്രം. സർക്കാർ ജീവനക്കാരൊക്കെ കുടുംബത്തിലുണ്ട്. നമ്മുടെ ലക്ഷ്മി, മണിമലയിൽ നിന്ന് വരുന്ന ലക്ഷ്മിക്ക് എന്ത് തോന്നുന്നു? സർക്കാർ ജീവനക്കാരുടെ DA, ബാക്കി കുടിശ്ശിക കാര്യങ്ങൾ അവരിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. വിരമിക്കൽ പ്രായമൊക്കെ നേരത്തെ ചർച്ചയായതാണ്. എന്ത് തോന്നുന്നു? സർക്കാർ ജീവനക്കാർക്കുള്ള മാജിക്കും വിസ്മയവും ഒക്കെ കാണുമോ? തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. തുടക്കത്തിലുണ്ടായ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയും ഒരു ആശ്വാസം തരുന്നതാണ്. നമുക്കൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. പക്ഷേ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ എന്താണ് അവരുടെ പ്ലാൻ എന്നുള്ളത് ഇനി കാണേണ്ടിയിരിക്കുന്നു. കാരണം മുൻപുണ്ടായിരുന്ന സർക്കാരാണെങ്കിലും ഇപ്പം 50 രൂപ പെൻഷൻ കൂട്ടിക്കൊടുത്തു, കിറ്റ് കൊടുത്തു എന്നൊക്കെ ഒരുമാതിരി ഔദാര്യം പോലെ പറയുന്ന ആ ഒരു രീതി VD സതീശൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം കേരളത്തെ പോർട്ട് സിറ്റി ആക്കും എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടെ താഴേക്കിടയിൽ, അതായത് അരിവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെ കൂടെ കുറച്ചുകൂടെ കരുതൽ അവർക്ക് കൂടെ കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ സൗജന്യ യാത്ര വളരെ നല്ല കാര്യമാണ്, സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്നത്. പക്ഷേ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടെ മുൻഗണന കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തായാലും 2 പെൺമക്കളുള്ള നമുക്കിവിടെ ഒരാളോട് ഉണ്ട് ചേരാം. രചിത, ഈ 2 പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ ഈ കോളേജിലെ കുട്ടികൾക്കൊക്കെ 1000 രൂപ വെച്ച് സർക്കാർ കൊടുക്കുന്നുണ്ട്. പ്രിയദർശിനി യാത്രയുടെ സൗജന്യ ആ ഒരു സേവനം എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നു. ഇനി എന്താണ് കൂടുതൽ ഈ സർക്കാരിൽ നിന്നും സ്ത്രീ സൗഹൃദമായി പ്രതീക്ഷിക്കുന്നുണ്ടോ കൂടുതൽ? അതോ മെൻസ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾക്കും വേണമെന്നാണ്? എന്തോ എന്തായാലും UDF സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും VD സതീശൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും, അല്ലെങ്കിൽ ജനങ്ങളായിട്ട് ഒരുപാട് ആഗ്രഹത്തോടു കൂടി കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും വരുന്ന കുറച്ചും കൂടെ ഇനി സമയം കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ലൊരു ബഡ്ജറ്റായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലൊരു രാഷ്ട്രീയ വശം കൂടിയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി. കാരണം രചിത പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വേണമെന്ന് നിരന്തരമായി കേരളത്തിൽ നിന്നും വലിയ ഒരു ജനവികാരം തന്നെ ഉയർന്നു വന്നു. അപ്പോൾ ആ മുഖ്യമന്ത്രിയിൽ നിന്നും ജനം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യുവാക്കൾക്കായിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന കാര്യം, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം. മാത്രമല്ല ഈ കുറ്റം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവരത് തിരിച്ച് മാറ്റുമോ, അത് നല്ലതാക്കുമോ എന്ന കാര്യം നമ്മൾ കണ്ടറിയാനുണ്ട്. പിന്നെ ഈ സമയം ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ ഇതിന്ന് എങ്ങനെയാണ് മാറ്റമെന്ന് നമ്മൾ നോക്കാം. ഒരു ഡോക്ടർ കൂടിയുണ്ട് നമ്മളോടൊപ്പം. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷം ആയിരുന്നപ്പോൾ UDF ഏറ്റവും കൂടുതൽ ഉന്നയിച്ചൊരു ആരോപണം. ഇത്തവണ ആരോഗ്യ മേഖലയിൽ നിരവധി പ്രതിസന്ധികളുടെ സമയത്തിലൂടെ കേരളം കടന്നു പോവുകയാണ്. ഒരുപാട് രോഗങ്ങൾ വരുന്ന സമയമാണ്. ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് എന്ത് നീക്കിയിരിപ്പാണ് വേണ്ടത്? പല ഹോസ്പിറ്റലുകളും നമ്മൾ പറയുമ്പോൾ ജനറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, രോഗികളെല്ലാം അവശതയിലാണ്. കാരണം ഒരു ബെഡിൽ തന്നെ 3, 4, 5 പേഷ്യൻറ്റുകൾ
നിരന്ന് കിടക്കുകയാണ്. അവിടത്തേക്ക് ഉള്ള എല്ലാ വികസനവും വരണമെന്നാണ് ആഗ്രഹം. ഇനി നിതീഷ്, എന്ത് തോന്നുന്നു? സാധാരണക്കാർക്കായി എന്താണ് കരുതി വെക്കേണ്ടത്? എന്ത് പ്രതീക്ഷിക്കുന്നു ഈ ബഡ്ജറ്റിൽ? ഇപ്പൊ കണ്ടതിൽ എന്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്? ഇല്ല, അഭിപ്രായമില്ലാത്ത നിഷ്പക്ഷതയും ഒരു അഭിപ്രായം തന്നെയാണ്. കാരണം അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വരുമ്പോൾ അവിടെ നിഷ്പക്ഷമായി നിൽക്കുന്നവർ അതും ഈ ചിത്രത്തിലുണ്ട്. ഏതായാലും കൂടുതൽ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും വിലയിരുത്തലുകൾക്കുമായി നമുക്കും കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് മംഗളം TV.